ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഫിനാൻഷ്യൽ ഇഷ്യൂസ്. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തപ്പോൾ അതിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഡോക്യുമെൻറ്റ്സ് പത്രസമ്മേളനത്തിനും അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊണ്ടുപോയ ആ ഡോക്യുമെൻറ്റ്സ് മൊത്തം ഒരു ഗൂഗിൾ ഡ്രൈവ് ആക്കി ഒരു ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും കയറി ആക്സസ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ഇത് എൻ്റെ കയ്യിലുണ്ട്, ഇതാണ് ആ രേഖ എന്ന് പറയുന്നേക്കാൾ നല്ലത് ഒരു ഗൂഗിൾ ലിങ്ക് ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ കയറി ആക്സസ് ചെയ്ത് എടുത്ത് നോക്കാം. അപ്പോൾ ഒരു ഗൂഗിൾ ലിങ്ക് ആക്കിയിട്ട് അത് എനിക്ക് ഒന്ന് പോസ്റ്റിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ ഞാൻ അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. അതൊരു 300 പേജ് 400 പേജോളം ട്രാൻസാക്ഷൻ്റെ കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. അത് മൊത്തം വെരിഫൈ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറേ അധികം കാര്യങ്ങൾ, എനിക്ക് സംശയമുള്ള കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തതും അതിലൊരു ക്ലാരിറ്റി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി റോബിൻ കഴിഞ്ഞ ദിവസം അബിലും അതുപോലെ നമ്മൾ അനന്തും പത്രസമ്മേളനം വിളിച്ച സ്ഥലത്ത് പോയ സമയത്ത് കയ്യിൽ ആ 8 പേപ്പറും കൊണ്ടാണ് പോയത്. ഇത്രയും കോപ്പീസ് ഞാൻ കൊണ്ടുവന്നിരിക്കുക, എല്ലാവർക്കും ഇൻഡിവിജ്വലി മെയിൻ സ്ട്രീമിനെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണാൻ വേണ്ടി ഇത്രയും കോപ്പീസ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുക. ഇത്രയും കോപ്പി നിങ്ങൾ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും എടുക്കുകയായിരുന്നെങ്കിൽ ഒറ്റ കോപ്പി അവനാന് സെൽഫായിട്ട് ഞാൻ എത്ര കൊടുത്തു എത്ര വാങ്ങി എന്നുള്ളത് അറിയുന്ന കാര്യം, അതറിയാൻ വേണ്ടിയിട്ട് സെൽഫ് ഓഡിറ്റിന് വേണ്ടിയിട്ട് കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫിനാൻഷ്യൽ വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോയില്ലായിരുന്നു. കാരണം ഇനി കൊടുക്കാൻ എത്രയെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് കൊടുത്ത് തീർക്കാൻ ഉള്ള ബാക്കി പരിപാടി നോക്കിയാൽ മതിയല്ലോ. പക്ഷെ എന്നാലും റോബിൻ പാടാണ്. കാരണം എന്താ പറയുക, കുറേ അധികം കാര്യങ്ങൾ റോബിൻ പറഞ്ഞതിൽ വേരിയേഷൻസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതെന്നൊക്കെ മനസ്സിലാവുന്നത് ഒരു വ്യക്തിയോ 2 വ്യക്തിയോ 3 വ്യക്തിയിലോ അല്ല. അപ്പം എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന വ്യക്തികളുണ്ട്, എമൗണ്ട് എനിക്കറിയാം. പക്ഷെ എന്താ പറയുക, ഇതിനൊക്കെ ഒരു പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കേണ്ട ഒരു മനുഷ്യൻ. ഇപ്പം എന്തായി, അബിലിൻ്റെ കേസിൽ നിങ്ങൾ പോലീസിനെയൊക്കെ ഇൻവോൾവ് ചെയ്തതുകൊണ്ട് ബാക്കിയുള്ളവർ എന്താണെങ്കിലും ഉറപ്പിച്ച് കാണും, ഇനി അവർക്കും പോലീസ് കേസ് തന്നെയാണ് വഴിയുള്ളൂ, അല്ലാതെ വേറെ രക്ഷയില്ല. പലരും ഇനി പോലീസ് കേസും വിഷയമാവും എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ പൈസ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷേ റോബിന് ചിലപ്പോൾ ആ പൈസ അങ്ങോട്ട് കൊടുക്കാതിരുന്നൊരു ലാഭം സിറ്റുവേഷനിലേക്ക് എത്തുമായിരിക്കും. പക്ഷെ അതൊക്കെ മോശമാണ്. കൊടുക്കാനുള്ള കാശ് കൊടുക്കുക തന്നെ വേണ്ടേ, അതല്ലേ അതിൻ്റെ ഒരു ന്യായം. ഇനി റോബിൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഞാൻ ഇന്നലെ, അതായത് ഓഗസ്റ്റ് 11 ഇന്നലെ ഞാൻ കംപ്ലീറ്റ് എന്റെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവരുടെ ചാറ്റ്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് സാധനം ഞാൻ പ്രിന്റ് ഔട്ടും ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ അബിൽ ദേവ്, വേദലക്ഷ്മി, ഇവരുടെ കൂട്ടത്തിലുള്ള റെമിൻ, പിന്നെ ഷാജർ, ധന്യ, ഈ പറഞ്ഞ ആൾക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. അതായത് 42,53,500 റുപ്പീസ്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 43,22,500 രൂപയാണ്. അതായത് 43,22,500 രൂപ, 43,22,500 റുപ്പീസ് ഞാൻ ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണെങ്കിൽ 69,000 രൂപ, അതായത് 69,000 ഇവർ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് തരാനുണ്ട്. റോബിൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ റോബിനോട് പേഴ്സണലി നമ്മൾ സംസാരിച്ച സമയത്ത്, അതേപോലെ കമൻറ്റ് ബോക്സിൽ പലരും റോബിനോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അക്കൗണ്ടിൽ മാത്രമാണോ ക്യാഷ് മേടിച്ചത്? ബൈ ഹാൻഡ് ഒരു ക്യാഷും മേടിച്ചിട്ടില്ലേ? അപ്പോൾ റോബിൻ പറഞ്ഞു ബൈ ഹാൻഡ് ക്യാഷ് മേടിച്ചിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടില്ല തോന്നുന്നു എവിടെയും ഈ ബൈ ഹാൻഡ് ക്യാഷ് മേടിച്ചതിനെ കുറിച്ച്. പക്ഷേ അബിലിനോട് സംസാരിക്കുമ്പോൾ ബൈ ഹാൻഡ് ക്യാഷ് മേടിച്ചതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് അക്കൗണ്ടിൽ വന്ന പൈസേനെ കുറിച്ചാണ് റോബിൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ അവിടെ ഒരു വലിയ ക്ലാരിറ്റി കുറവുണ്ട്. ഇതിപ്പോൾ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, നമ്മളെ ആരൊക്കെയായിരുന്നു, കൊച്ചിൻ ഹനീഫ, സലീം കുമാർ, അതുപോലെ സുന്ദരപുരുഷനാ നമ്മളെ മറ്റേ ഇയാളുള്ള കേന്ദ്രമന്ത്രി
സുരേഷ് ഗോപിയും കൂടി ഉള്ളൊരു സിനിമ ഉണ്ടല്ലോ, സുന്ദരപുരുഷനാ തോന്നുന്നു, അതിനകത്തുണ്ട്. ഞാൻ നിങ്ങൾക്കിപ്പോൾ തങ്ക മനസ്സ്, ഞാൻ നിങ്ങൾക്കിപ്പോൾ ഒരു 30,000 രൂപയല്ലേ തരാനുള്ളത്. അടുത്ത മാസം എനിക്കൊരു 60,000 വരുമ്പോൾ ഞാനത് നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കും. അപ്പോൾ 30,000 കുറച്ച് ബാക്കി എത്രയുള്ള 30,000 അത് താൻ എനിക്ക് തരാനുള്ളതല്ലേ എന്ന് താൻ എനിക്ക് 30,000 താ. എപ്പോൾ തരും? അതെപ്പോൾ തരും? അതുപോലെയാണ് ഇപ്പോൾ റോബിൻ ഈ പറഞ്ഞൊരു ഐറ്റം. കാരണം എന്താ അറിയോ, ഞാനിപ്പോൾ ഭയങ്കര കടത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ ഒരുപാട് പേരിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ആ കാശ് മേടിച്ചതിൻ്റെ കണക്കോ തുമ്പോ ഒന്നും എനിക്കില്ലാതെ ഞാൻ ആകെ പിടിവിട്ട് നിൽക്കുമ്പോൾ എല്ലാം എൻ്റെ അക്കൗണ്ടിൽ വന്ന കണക്കാണെങ്കിൽ എന്നെ ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് പല രീതിയിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ആദ്യം ഞാൻ എത്ര അവരിൽ നിന്ന് മേടിച്ചേ, ഞാൻ എത്ര അവർക്ക് കൊടുത്തു എന്നുള്ളത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ പോയി നോക്കി എപ്പോഴും സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? അത് ഞാൻ കൊടുത്ത എമൗണ്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ പോടാ പുല്ലേ നടന്നോ, ഞങ്ങൾക്ക് പൈസ കൂടുതലാണ് തന്നത്, ഇനി നിങ്ങൾ എനിക്ക് ഇങ്ങോട്ടാ തരാനുള്ളതെന്ന് അപ്പം പറയുമായിരുന്നു. പക്ഷെ അത് അപ്പം പറയാതെ അപ്പോഴൊക്കെ ഒരു വീഡിയോ എടുക്കും. ഹായ്, ഐ എം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഞാൻ ഇന്നത്തെ ഈ ഡേറ്റിന് അബിൽ ബ്രോനോട് ചോദിക്കുകയാണ്, എനിക്കൊരു 50,000 വേണം, ഞാനത് ബ്രോയ്ക്ക് വേറൊരു ഡേറ്റിന് തരാം. ഇങ്ങനെ പറഞ്ഞ് വീഡിയോ എടുക്കുമോ ഏതെങ്കിലും മനുഷ്യന്മാർ? നിങ്ങളൊന്ന് ആലോചിക്കും. ഇപ്പോൾ ഭീഷണിയാണ് എന്നാണ് ഡോക്ടർ റോബിൻ പറയുന്നത്. എനിക്കിതിലൊരു ഭീഷണിയുടെ ഒരു പൊടി പോലും എവിടെയും അബിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടതായിട്ട് മനസ്സിലാവുന്നില്ല. പലപ്പോഴായിട്ട് അബിൽ എനിക്ക് അയച്ചു തന്ന നിങ്ങളുടെ കോൺവെർസേഷൻസിൻ്റെ വോയിസ് ക്ലിപ്പുകൾ അതിൽ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു ബ്രദർ പോലെ, ബ്രദർ തന്നെ എന്ന് പറയാം, നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്ന അബിലിനെ ബ്രദറായി നിന്നുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കുകയായിരുന്നു. നീ എവിടുന്നും കാശ് വാങ്ങി പെടരുത്, അല്ലെങ്കിൽ കാശ് വാങ്ങി പെട്ടിട്ട് ആൾക്കാർ നിന്നെ എന്തെങ്കിലും ചെയ്യും, അങ്ങനെ പല സാധനങ്ങളും. അതിനുള്ള വോയിസ് ക്ലിപ്പൊക്കെ ഞാനിവിടെ വയ്ക്കാം. അപ്പോൾ നിങ്ങൾ എന്നിട്ടും പറയുകയാണ് ഭീഷണിയാണ്, ഭയങ്കര ഭീഷണിയാണ്, വിഷയങ്ങളാണെന്നുള്ളത്. അതൊന്നും ഡൈജസ്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്ട്. എനിക്കിത് ഡൈജസ്റ്റ് ആവുന്നില്ല. നിങ്ങളെ പല കാര്യങ്ങളും പറയുന്നതൊന്നും കൺവിൻസിങ് അല്ല. ഓക്കെ, ഇനി റോബിൻ പുറത്ത് വിട്ട, റോബിൻ ഈ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന ഈ ഒരു കെട്ട് ഓഫ് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അതിനകത്ത് 1-2 സ്ക്രീൻഷോട്ട്സ് ഞാൻ അവിടെ സൈഡിൽ വയ്ക്കാം. ഇത് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ്റെ സ്ക്രീൻഷോട്ട്സാണ്. 13 മാർച്ച് 2026 തീയതിയിൽ നടത്തിയ ട്രാൻസാക്ഷനാണ്. ഇതിൽ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗൂഗിൾ പേ ഇറങ്ങിയ കാലം മുതൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഗൂഗിൾ പേ പണ്ട് റിവാർഡ്സൊക്കെ തരുന്ന ഇതിൽ എനിക്ക് കിട്ടിയ റിവാർഡ് ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു മനുഷ്യന് പോലും കിട്ടിയില്ല. ഒരു 19,000 രൂപയുടെ പ്ലസ് റിവാർഡ് കിട്ടിയ ഒരാളാണ്. ഞാൻ അത്രയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ബാംഗ്ലൂരൊക്കെ ഉള്ള സമയത്ത് ചെറിയൊരു 5-10 ട്രാൻസാക്ഷൻ വരെ നമ്മൾ അങ്ങനെ അന്ന് മുതൽ ഞാൻ വാലറ്റ് ചെയ്യാൻ തോന്നി. എൻ്റെ പോക്കറ്റിൽ ഞാൻ വാലറ്റ് കീപ്പ് ചെയ്തില്ല, പൈസ നോട്ട് കണ്ട കാലം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പുറം രാജ്യങ്ങളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടും ചില്ലറ കോയിനെ കൈ കാണുന്നത് ഫുൾ ഗൂഗിൾ പേ ഓൺലൈൻ ട്രാൻസാക്ഷനാണ്. അങ്ങനെയുള്ള എനിക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. റോബിനെ ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ വരും? 2 എന്ന് മാത്രമായിരിക്കും, മനസ്സിലായോ? 2 ഫ്രം എന്ന് എവിടെയും വരില്ല. അല്ലെങ്കിൽ ഇത് വരില്ല, 2 ഫ്രം എന്ന് വരില്ല. പിന്നെ മാത്രമല്ല റോബിൻ രാധാകൃഷ്ണൻ എന്നാണെങ്കിൽ മുകളിൽ F എന്നല്ല 6 എന്നാ വരിക. ഇതുണ്ട്, ഇതിന് മുകളിൽ 6 എന്നാ, ഇത് F എന്നാണ്, മനസ്സിലായില്ലേ? ഇത് വേറൊരു സ്ക്രീൻഷോട്ട്. ഇത് 1,00,000 രൂപേൻ്റെ, ഇത് 75,000 രൂപേൻ്റെ. ഒന്ന് 1,00,000 ട്രാൻസാക്ഷനാണ്, ഒന്ന് 75,000 ട്രാൻസാക്ഷനാണ്. ഒന്ന് 15 മാർച്ചിന് നടന്നതാണ്, മറ്റത് 13 മാർച്ചിന് നടന്നതാണ്. ഈ 2 സ്ക്രീൻഷോട്ടിലും ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് F, രണ്ടിലും F അല്ലേ, F എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇതിൻ്റെ പേര് സായി കൃഷ്ണൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ S ആണ് അവിടെ കാണിക്കുക. സ്നേഹ എന്നാണെങ്കിൽ S കാണിക്കുക. അശ്വിൻ എന്നാണെങ്കിൽ A എന്നാണ് കാണിക്കുക. ടു ഫ്രം റോബിൻ രാധാകൃഷ്ണന് എങ്ങനെ F കാണിക്കുമ്പോൾ? ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി അതും പോട്ടെ, ഇനി അടിയിലേക്ക് വരുമ്പോൾ അപ്പുറത്തെ ടൂല് കിടക്കുന്നത് അബിൽദേവ് കെ. അടിയിൽ അബിൽദേവ് കെ ആണ് ഇതിൽ ടൂല് കിടക്കുന്നത്. അബിലിനെ വിളിച്ച് ഞാൻ ഈ ഡേറ്റിൽ അബിലിന് പൈസ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബിൽ പറഞ്ഞു ഈ ഡേറ്റിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. മനസ്സിലായോ? ഈ ടൈമിൽ എനിക്ക് പൈസ വന്നിട്ടില്ല. പിന്നെ അബിൽദേവിൻ്റെക്ക് പൈസ വരുമ്പോൾ അത് അബിൽദേവിൻ്റെ വൈഫിൻ്റെ പേരാണ് കാണിക്കുക. അബിൽദേവിൻ്റെ ഗൂഗിൾ പേക്ക് പൈസ വരികയാണെങ്കിൽ അതിൽ വൈഫിൻ്റെ പേര് കാണിച്ചിട്ടാണ് ഈ സാധനങ്ങൾ വരിക. അപ്പം അത് പോട്ടെ, ഇനിയിപ്പോൾ 2 അബിലിന് കാണിച്ചു, പക്ഷേ ഇവിടെ 2 ഫ്രം മുകളിൽ റോബിൻ രാധാകൃഷ്ണൻ, അടിയിൽ 2 അബിലും. ഫ്രം പ്രവീൺ പി.
മനസ്സിലായോ? ഫ്രം വരുന്നത് പ്രവീൺ B2, അടിയിൽ ഫ്രമും ടൂവും വേറെ 2 ആൾക്കാർ, മുകളിൽ വേറെ, മുകളിൽ ടു ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇത് ഏത് ഗൂഗിൾ പേ എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഇത് ഈ സാധനം തന്നെയാണ് ഇന്നലെ ലക്ഷ്മി എടുത്ത് സ്റ്റോറി ഇട്ടത്. ഓക്കെ, ലക്ഷ്മി ഇന്നലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇന്നലെ രാത്രി കണ്ടപാടെ ഞാൻ ആരെ വിളിച്ച്, അബിൽ ദേവിനെ വിളിച്ച് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. പിന്നെ വേറൊരു കാര്യം അപ്പം അബിലിനോട് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഈ മൈനെറ്റ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് നമ്മളെ അസറ്റ്സും കാര്യങ്ങളൊക്കെ ലയബിലിറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പുറത്ത് വിടണം. മൈനെറ്റേ കയറി നോക്കുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഏതൊക്കെ ബാങ്കിൽ ഒരാൾക്കുണ്ടെന്ന് കാണാം. പഞ്ചാബ്, HDFC, ഫെഡറൽ ബാങ്ക്, ഫെഡറൽ ബാങ്കും പഞ്ചാബ്, HDFC ഈ 3 ബാങ്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉള്ളൂ എന്നാണ് മൈനെറ്റയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ SBI ഇല്ല. പിന്നെ എങ്ങനെ ഈ സ്ക്രീൻഷോട്ടിനകത്ത് ഈ SBI ബാങ്കിൽ നിന്ന് SBI ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ നടത്തി? അതേത് അക്കൗണ്ട്? അപ്പോൾ മാസീവായിട്ടുള്ള കുറേ ഡൗട്ടുകളാണ് നമ്മളെ സംശയങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഇതുപോലെ സംശയം ഞാൻ അബിനോടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി റോബിനോട് മാത്രം ചോദിക്കുന്നു ഒരു വൺ സൈഡ് നിങ്ങൾ വിചാരിക്കേണ്ട. അത് സ്പോർട്സ്, അത് പൊടിയുടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പുറത്ത് നിങ്ങൾക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ കാണുന്നത് പൊടിയുടെയാണ്, HDFC, SBI, HDFC എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് എന്താണെങ്കിലും റോബിൻ്റെ അല്ല SBI, അത് പൊടിയുടെ ആയിരിക്കും. ഞാൻ ഇതേപോലെ സംശയങ്ങൾ അബിലിനോടും ചോദിക്കാറുണ്ട്. അബിൽ ക്ലിയർ ചെയ്യാറുണ്ട്. ക്ലിയർ ചെയ്ത് ഞാൻ കൺഫേം ആയാൽ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. അത് കൺഫേം ആയി, ക്ലിയറായി. സംശയം ഞങ്ങൾ ഒരുപാട് സംശയങ്ങൾ, ഈ ബൈ ഹാൻഡ് കൊടുത്ത കാശ് എവിടുന്ന് കൊടുത്തു, അത് എത്ര രൂപയായിരുന്നു, അതിൻ്റെ CCTV വിഷ്വൽസ് ഉണ്ടോ, അതിൻ്റെ സാധനങ്ങളുണ്ടോ, ഇതൊക്കെ ഞാൻ അബിനോടും ചോദിച്ച് ക്ലാരിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ മിസ്മാച്ചാണ് റോബിൻ, ഭയങ്കര മാസീവായിട്ടുള്ള മിസ്മാച്ചാണ്. പല കാര്യങ്ങളും ഇപ്പോൾ ഇതൊരു റോബിൻ പത്രമാധ്യമങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കെട്ട് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് അന്നേ ദിവസം അവിടെ പ്രസ് മീറ്റിന് പോയത്. അന്ന് പ്രസ് മീറ്റ് നടന്നിരുന്നെങ്കിൽ റോബിൻ അവിടെ ന്യൂസുകാരനെ എടുത്തിട്ട് എന്ത് ചെയ്തിരുന്നു, വലിച്ചു കയറിയിരുന്നു ഇല്ലേ? ഈ സാധനം കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലൊന്നും കയറി ചെല്ലാൻ നിൽക്കണ്ട. ഇതിനൊരു ക്ലാരിറ്റി പറഞ്ഞതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും രീതിയിലുള്ള ഗ്ലിച്ചാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്നൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി AI ആണെന്നുണ്ടെങ്കിൽ അടക്കം കേസായിട്ട് മുന്നോട്ട് പോകണമല്ല. ആ സാധനം ഒന്ന് മാറ്റി പിടിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് ഫാബ്രിക്കേറ്റഡ് സാധനം കൊണ്ടുപോയി എന്നുള്ളത് വേറെ സീനി തലയിൽ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒരു പിടുത്തമില്ല. അപ്പോൾ ആ സ്ക്രീൻഷോട്ടിൻ്റെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ റോബിൻ പറഞ്ഞോട്ടെ. ഇനി റോബിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ ഒരുപാട്, ഇപ്പോൾ ഞാൻ അബിലിൻ്റെയൊക്കെ പത്രസമ്മേളനം കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കുറച്ചധികം കാലമായിട്ട് അബിൽ എന്നോട് ഈ വിഷയങ്ങൾ പറയാറുണ്ട്. റോബിൻ്റെ എനിക്കറിയുന്ന കാര്യങ്ങളാണ്. എഗെയിൻ ഈ ഫിനാൻഷ്യൽ സീനുകൾ, പൈസ കൊടുത്ത പലരെയും എനിക്ക് ഇപ്പോഴും അറിയാൻ കിട്ടാത്തവരുണ്ട്. അവരൊക്കെ ഒരുമാതിരി ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഇതിന് നമ്മളെ ഗോപാലേട്ടൻ വരെ സ്വാഹയാണ്, ഗൂഗിളും ഗോപാലേട്ടനെ. ആ വിഷയങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അവരുടെയൊക്കെ സൈഡിൽ നിന്ന് വന്നാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പറ്റൂ. അതൊക്കെ ഞാൻ അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ അബിലിനോട് ഞാൻ പറഞ്ഞില്ല, കുറേ ചോദ്യങ്ങൾ ഞാൻ അബിലിനോട് ചോദിച്ചിട്ടുണ്ട്. അബിലിനോട് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, എന്തിൻ്റെ റീസൺ കാണുമല്ലോ ഒരാൾക്ക് ഇങ്ങനെ പൈസ കൊടുക്കാൻ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് കാണുമല്ലോ, എന്തിൻ്റെ മുകളിൽ കൺവിൻസ്ഡ് ആയിട്ടാണ് ഇത്ര വലിയൊരു എമൗണ്ട്, 50,000, 20,000, 30,000 കൊടുക്കുന്നതല്ല, വലിയൊരു എമൗണ്ട് എടുത്തിട്ട് ഈ വ്യക്തിക്ക് കൊടുക്കാനുള്ള റീസൺ എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഒരു ബ്രാൻഡ് അംബാസിഡറാണ് ഇവൻ. 1-2 റോബിൻ എന്ന് പറഞ്ഞ വ്യക്തി 1-2 ബ്രാൻഡുകളുടെ ബ്രാൻഡ് അംബാസിഡറാണ്. അതിൽ തന്നെ ഞാനിവിടെ സ്ക്രീൻഷോട്ട് വെക്കട്ടോ. ഈ ഒരു ബ്രാൻഡ് അംബാസിഡർ സാധനം, ഓക്കെ, ഈ ഒരു ബ്രാൻഡ് അംബാസിഡർ സാധനം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ കോൺട്രാക്റ്റ്. ഇത് അബിലിന് റോബിൻ അയച്ചതാണ്. വെൽമോണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ ഹെൽത്ത് ആൻഡ് വെൽനെസ് ഇൻ്റഗ്രേറ്റഡ് കെയർ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാംഗ്ലൂർ ബേസ്ഡ് ഒരു കമ്പനി ആയിരുന്നു വെൽമൗണ്ട് ഇന്ത്യ. ഈ വെൽമൗണ്ട് ഇന്ത്യൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് റോബിനെ ഇവരെന്ത് ചെയ്തു, പുഷ് ചെയ്തു. അതും 1/1/2025 to 31/12/2030 5 വർഷത്തേക്ക് 6 കോടിയോ 5 കോടി അങ്ങനെയാണ് കണക്ക് പറഞ്ഞതെന്നാണ് അബിൽ പറയുന്നത്. ഒരു കമ്പനി ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ അവരുടെ കമ്പനീൻ്റെ ബ്രാൻഡ് അംബാസിഡർ 5 വർഷത്തേക്ക് ആക്കുമ്പോൾ
എനിക്ക് തോന്നുന്നപ്പോൾ പെർ ഇയർ 1 കോടി വെച്ചിട്ട് ഇനിയിപ്പോൾ 5 കോടി ആയിരിക്കും. എന്താണെങ്കിലും അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ സാധനങ്ങളും കോൺട്രാക്റ്റിൻ്റെ സാധനമൊക്കെ അബിലിന് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ അബിൽ എന്താ ഓബിയസ്ലി വിചാരിക്കുക, ശരിയാണ്, ഇത്രയും വലിയ ബ്രാൻഡിൻ്റെ 5 വർഷത്തെ കോൺട്രാക്റ്റ് കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ഒരാളല്ലേ. അപ്പോൾ ഒരു 40 ലക്ഷമോ 20 ലക്ഷമോ 30 ലക്ഷമോ കൊടുത്താലും അതൊക്കെ പീനട്ടല്ലേ ആ വ്യക്തിക്ക്. ഇൻകം സോഴ്സുകൾ ഉണ്ട് എന്നുള്ളത് അങ്ങോട്ട് ധരിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഈ അബിലിനെ റോബിൻ കൺവിൻസ് ചെയ്ത് പൈസ മേടിച്ചതെന്നുള്ളതാണ് അബിൽ പറയുന്നത്. ഞാനപ്പോൾ വെറുതെ എന്ത് ചെയ്ത് ഈ പറഞ്ഞ ബ്രാൻഡ് വെൽമോണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ ഈ ഒരു ഫിറ്റ്നസ് വെൽനസ് സാധനത്തിൻ്റെ പിന്നാലെ ഒന്ന് ഇറങ്ങി നോക്കി. കാരണം ഇത്ര പൈസ കൊടുത്ത് അവർക്കൊരു സിനിമ നടന്ന കൊടുത്താൽ പോരെ, വൈ റോബിൻ, അങ്ങനെ സാധനം, വൈ റോബിൻ എന്നൊരു സാധനമുണ്ട്. കാരണം ഇവർ റോബിനെ ഹയർ ചെയ്യുന്നത് 2025 2025 എന്ന് പറയുമ്പോൾ റോബിന് ഭയങ്കര ബാക്ക്ലാഷ് കിട്ടി, എല്ലാത്തുനിന്നും മാറി ഒരു ഭയങ്കര എന്താ പറയുക പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് സോഷ്യൽ മീഡിയയിൽ. ഒന്നുമില്ല, റീച്ചില്ല, സാധനമില്ല, ആകപ്പാടെ കൂടി ഡിപ്രസ്ഡ് ആയിട്ട് അയാളെ ബ്രാൻഡ് തന്നെ പൊളിഞ്ഞ് പഞ്ചറായിട്ടിരിക്കുമ്പോൾ അയാൾക്കൊരു കംബാക്ക് പോലെയാണ് ഈ സാധനം കിട്ടിയിട്ടുള്ളത്, വെൽമൗണ്ട് ഇന്ത്യൻ്റെ. അത് അന്ന് സ്റ്റേജിൽ റോബിൻ ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ പോസ്റ്റ് കിട്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു. ഐ ആം ബാക്ക് ടു മൈ മെഡിക്കൽ ഫീൽഡ് എന്നൊക്കെയാണെന്ന് റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടീം ഇത്രയും വെൽ ഓഫ് ആയിട്ടുള്ള ടീമാണോ വരുന്നുള്ളത് നമ്മൾ അറിയണമല്ലോ. അങ്ങനെ കയറി തപ്പിയപ്പോൾ മുഹമ്മദ് നൈസാം ഈ ചെങ്ങായിയാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഓക്കെ, ഈ ഒരു പരിപാടിയില്ലേ, ഈ വെൽമൗണ്ടിൻ്റെ ഫൗണ്ടർ എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഈ വെൽമൗണ്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പല പോസ്റ്റുകൾക്കും കമൻറ്റ് സെക്ഷൻ ഓഫാണ്. എനിക്ക് എപ്പോഴും ഡൗട്ട് അവിടെ ഒരു ബ്രാൻഡ് ജെനുവിനാണെങ്കിൽ അവരുടെ കമൻറ്റ് സെക്ഷൻ ഓൺ ആയിരിക്കും എപ്പോഴും. ഓക്കെ, അതൊരു ഫാക്റ്റാണ്. ഒരിക്കലും ഒരു കമൻറ്റ് സെക്ഷൻ ഓഫ് ആക്കില്ല. കാരണം ഒരു ബ്രാൻഡിനെ കുറിച്ച് ഒരു കസ്റ്റമർക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ എന്ത് ചെയ്യും, അവരുടെ കമൻറ്റ് ബോക്സിൽ പോയി പറയും. എന്ത് പ്രൊഡക്റ്റിൻ്റെ ആണെങ്കിലും എന്ത് റിവ്യൂ ആണെങ്കിലും കമൻറ്റ് ബോക്സിൽ അത് ഉണ്ടാവും ഇൻസ്റ്റൻ്റ്. ഇവരുടെ പല കമൻറ്റ് ബോക്സും ഓഫാണ്. പക്ഷേ ഈ പോസ്റ്റ് 2025 ഈ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ ഓണായിരുന്നു കുറച്ച് അടിയിൽ വന്നപ്പോൾ. അപ്പോൾ ഞാനിതിൻ്റെ മുതലാളീൻ്റെ ഫോട്ടോയും റോബിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടു. മുതലാളീൻ്റെ ഫോട്ടോൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പോയി നോക്കും, ഒരു കമൻറ്റ്, നിസാം അബ്ബാസ് ഫ്രം വളാഞ്ചേരി മലപ്പുറം. നിസാമേ, എനിക്ക് തരാനുള്ള കാശ് ഒരുപാട് നാളായില്ലേ, തരാം എന്ന് പറഞ്ഞു പറ്റിക്കുന്നു. നിൻ്റെ അക്കൗണ്ട് ബ്ലോക്കാക്കിയത് എൻ്റെ കാര്യം നടക്കില്ല. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്, എൻ്റെ വിയർപ്പ് തിന്നിട്ട് എന്ത് കാര്യം, വർഷങ്ങളായില്ലേ, എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഉറപ്പിച്ചു ഇത് ശരി ഓക്കെ. അപ്പം ഞാനൊന്ന് ഇറങ്ങി തപ്പിയപ്പോൾ 1-2 ആൾക്കാരെ കിട്ടിയ സമയത്ത് മനസ്സിലായത് ഈ ബ്രാൻഡ് ഉടായ്പാണ്. ഓക്കെ, വെൽമൗണ്ട് മെഡിക്കൽ കമ്പനിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് മുങ്ങിയ മുഹമ്മദ് നിസാം എങ്ങനെ ഇരിക്കുന്നു. റോബിൻ 5 കോടിയും കൊടുത്ത് ബ്രാൻഡ് അംബാസിഡർ ആക്കിയ പരിപാടി കോടികളുടെ സ്കാമാണ് നടന്നിട്ടുള്ളത്. റോബിൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം എന്നുള്ളത് കൊണ്ടാണോ, അതോ ഇനി ഓബിയസ്ലി ബ്രാൻഡ് അംബാസിഡർ ആകുമ്പോൾ റോബിന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയൊക്കെ തന്നെയാണ് ഇത് വേറൊരു സീന് റോബിൻ്റെ ലൈഫിൽ ഉറപ്പാണ്, ഡെഫിനറ്റ്ലി. കാരണം എനിക്ക് ഈ ഫേമിൽ വർക്ക് ചെയ്തിരുന്ന, ഈ ഫേമിനെ വിശ്വസിച്ച് വർക്ക് ചെയ്ത് പിന്നെ അവിടെ ഒരു ഷെയർ ഹോൾഡ് ഇട്ട ഒരു വ്യക്തി, ഓക്കെ, ഒരു ഇത്ര എമൗണ്ട് ഓഫ് ഷെയർ ഇട്ട ഒരു വ്യക്തി എനിക്ക് പേഴ്സണലി അയച്ച മെസ്സേജ് ഞാൻ അവരോട് വിത്ത് ദെയർ പെർമിഷൻ ഞാൻ എന്ത് ചെയ്തു, അവരുടെ വോയിസ് പുറത്ത് വിടരുത്, ഐഡൻറ്റിറ്റി പുറത്ത് വിടരുത് എന്ന് പറഞ്ഞു. ബട്ട് അവരിട്ട വോയിസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, മനസ്സിലായോ? ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അതിന് ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താണ് നിങ്ങൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി അവിടുത്തെ ജോലിക്ക് നിന്ന വ്യക്തിയായിരുന്നു. ആ ജോലിക്ക് നിന്ന വ്യക്തിയെ കൺവിൻസ് ചെയ്തിട്ട് ഈ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അവിടുത്തെ ബ്രാൻഡ് അംബാസിഡർ ആണെന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ കൺവിൻസ്ഡ് ആയിട്ട് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് റോബിൻ ചേട്ടൻ്റെ ഒക്കെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടല്ലോ. അങ്ങനെ ഇവർ റോബിൻ ചേട്ടനും ഈ വ്യക്തി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോബിൻ ചേട്ടൻ അതിൻ്റെ മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുതലാളിക്ക് അയച്ചു കൊടുത്തിട്ട് ആ മുതലാളി ഇവരെ വിളിച്ച് ചീത്ത പറയലൊക്കെ ഉണ്ടായി. സോ റോബിൻ അറിയാം ഇതൊരു ഉഡായിപ്പ് പരിപാടിയായിരുന്നു എന്നുള്ളതും കോടികളുടെ സ്കാം നടത്തി അതിൻ്റെ മുതലാളി മുങ്ങി, ആ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ താങ്കളാണ് എന്നുള്ളതും.
അപ്പോൾ താങ്കൾക്ക് റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ കൂടി. അബിലിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാശിൻ്റെ വിഷയം മാത്രമല്ല, ഇതും താങ്കളുടെ തലയിൽ വന്നിരിക്കും. ഞാൻ ഇന്നിവിടെ ബെൽമൗണ്ട് ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി നിൽക്കുന്നു. സോ താങ്ക് യു സോ മച്ച് നിസാം ബ്രോ. ആൻഡ് അടുത്തൊരു 6 months കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ബെൽമൗണ്ട്. ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഗ്രാജുവലി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനി മലയാളികൾക്ക് ബെൽമൗണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ പോവുകയാണ്. സോ കാരണം ഇപ്പോഴും പലർക്കും അറിയത്തില്ല എന്താണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. സോ ഒരു വലിയ ഇമ്പാക്ട് അല്ലെങ്കിൽ വലിയ റെവല്യൂഷൻ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതെ, വലിയൊരു ഇമ്പാക്റ്റും റെവല്യൂഷനും ആയിപ്പോയി. കമ്പനി തട്ടിപ്പ്, കമ്പനിയുടെ മുതലാളി കോടികളുടെ തട്ടിപ്പ് നടത്തി മുങ്ങി, കമ്പനീൻ്റെ അംബാസിഡർ ഓൾറെഡി ഫിനാൻഷ്യൽ ഫ്രോഡ് പരിപാടിക്ക് ഏറി. നല്ല റെവല്യൂഷനാണ്. എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോണത് മലയാളികൾക്ക് അറിയില്ല. അത് എങ്ങനെയുണ്ട് ദീർഘവീക്ഷണം? അല്ലാതെ എന്ത് പറയാനാ റോബിന്? ഇനിയൊന്നും ഇതിന് പറയാനില്ല അളിയ, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ പിന്നാലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ കോണ്ടന്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പഴയൊരു ഫാൻ, റോബിൻ്റെ പഴയൊരു ഫാൻ, ഇപ്പോൾ റോബിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാന്നാണ് ചെക്കൻ പറഞ്ഞതിനോട്. അൺഫോർച്ചുനേറ്റ്ലി മനുഷ്യന്മാരുടെ അവസ്ഥയാണ്, ചിലപ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഇന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്തൊരു ടൈമാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും. അതാ പറഞ്ഞേ ഇപ്പം ഇന്ന ആർക്കും കണ്ടുകൂടാത്ത പോലെ ഇപ്പം അണക്കൊരു അവസ്ഥയാണ്. എൻ്റെ നാട്ടുകാരെ പറ്റിച്ചിട്ടാണ്, ഇന്നെ പിന്നെ കൂട്ടം കൂടി ആക്രമിച്ചിട്ടാണെന്ന് വിചാരിക്കാം. എന്താണെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥ ഒരു മനുഷ്യൻ്റെ. അപ്പോൾ ഈ ചെക്കൻ എനിക്കൊരു വീഡിയോ അയച്ചെന്ന് ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ നേരം ഇരുന്ന് ചിരിച്ചു റോബനെ. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം. ദുബായിൽ പനമേരെടുത്തതിന്റെ കാരണം അവിടെ നിൽക്കണേ കൊണ്ടാണ്? ഇല്ല, അതുകൊണ്ടല്ല. അവിടെ കാശ് കുറവാണ് അവിടെ മേടിക്കാൻ. ഞാൻ പറയട്ടെ, ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരാളാണ്. ഒരുപാട് കാശൊന്നും എന്റെ കയ്യിൽ ആരും തന്നിട്ടില്ല. ഞാൻ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഇവിടത്തെക്കാട്ടിയും 4-ൽ 1 കാശ് മാത്രമേ അവിടെ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഓക്കെ അവിടെ ഒന്ന് എടുക്കാം. പിന്നെ ആഗ്രഹമുണ്ട് ഇവിടെ ഒരെണ്ണം എടുക്കണമെന്നുള്ളത്. അതും എപ്പോഴെങ്കിലും സാധിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നടക്കട്ടെ. ഈ ചെക്കൻ മെസ്സേജ് എന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ചേട്ടാ എന്നാ പിന്നെ ഇത്രയും പ്രശ്നത്തിൽ കൂടി പോകുന്ന ഒരാളാ, ഇത്ര ലക്ഷം രൂപ കടത്തിലൊക്കെയാണ്, ദുബായിൽ ആ പനമരന് വിറ്റാൽ പോലെ. ഒരു പനമരൻ്റെ റേറ്റൊക്കെ എന്താ? ദുബായിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഇത് മറ്റേ മുട്ടായി പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഐറ്റം അല്ലല്ലോ. ഒരു സ്വിഫ്റ്റ് ആൾട്ടോ വാങ്ങുന്ന പൈസയ്ക്ക് ഈ സാധനം വാങ്ങാൻ പറ്റില്ലല്ലോ. ദുബായിലാണെങ്കിലും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കാശുള്ളൊരു മുതലാണ് ഈ പനമര. ഈ പനമരൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ ഇങ്ങനെ പ്ലേ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ വി ബൈ വി സെൽ എന്ന് പറഞ്ഞുള്ള ദുബായിലെ കാറുകാരോട് ചോദിച്ചാൽ അറിയാം ഇത് റെൻ്റാണോ വെറുതെ റീലെടുക്കാൻ വേണ്ടി എടുത്തതാണോ. അല്ലാതെ ഇപ്പോൾ ഒരാൾ ഇത്രയും നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഈ പനമര വിൽക്കില്ലേ ആ ചെക്കൻ ചോദിച്ച പോലെ അബിൻ്റെ മുഖത്ത് പൈസ വലിച്ചെറിയില്ലേ? അബിലിൻ്റെ മുഖത്ത് എന്ത് മതി? 25 വിറ്റിട്ട് കൊടുക്കില്ലേ? മനസ്സിലായോ? വിറ്റിട്ട് കൊടുക്കില്ലോ. 25 വിറ്റിട്ട് കൊടുക്കൂലടി. അത് ഇനി പറയാൻ പറ്റില്ലോ, വിറ്റോന്ന് എനിക്കറിയില്ല. എന്താണ് അങ്ങനെ ഒരു സാധനം ആ ചെക്കനെ അയച്ചപ്പോൾ ഞാൻ കുറെ ചിരിച്ച് പനമര കഥ കേട്ടിട്ട്. ഇനി അതവിടെ നിൽക്കട്ടെ. ഞാൻ അടുത്തത് എന്റെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ പ്രൊമോഷൻ ഞാൻ ഒരെണ്ണം ഗീവ് അവേ ചെയ്തതിന്റെ പേയ്മെന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ കൊടുത്തതെല്ലാം അക്കൗണ്ട് ട്രാൻസാക്ഷൻ എല്ലാം എന്റെ കയ്യിലുണ്ട്. അവർ പറഞ്ഞ പിന്നെ ഈ പറഞ്ഞ ഈ കഴിഞ്ഞ മാർച്ചിലാണ് പുള്ളിക്കാരന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയുണ്ട്? അതായത് ഒരു ഗിവ് അവേ ചെയ്തതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഗിവ് അവേ ചെയ്തതിന് വീഡിയോ ഞാൻ ഇവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഞാൻ പ്ലേ ചെയ്യുന്നില്ല. കാരണം എന്താ പറയുക, അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അബിൽ തന്നെ കരഞ്ഞൊരു വഴിക്കാവും. കാരണം എന്തൊരു സോപ്പിംഗ് ആയിരുന്നു അബിലിന് ആ വീഡിയോനകത്തോ, ഫുച്ചിൻ്റെ പൊന്നി, അതങ്ങനെയായിരുന്നു. അബിൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ തന്നെ വളരെ ക്ലീനായിട്ട് പറയുന്നുണ്ട് ആ പരിപാടികൾ നടത്തിയതൊക്കെ. ഓക്കെ, അതായത് ഈ പറഞ്ഞ ഗിവ് അവേ നടത്തിയതൊക്കെ എനിക്ക് തിരിച്ചു വരണം. അപ്പോൾ ഇപ്പം ഗിവ് അവേ ആണ് ട്രെൻഡ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്കൊരു ഗിവ് അവേ സെറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ചങ്ങായിനെ കൊണ്ട് ചെയ്യിച്ചത്. അല്ലെങ്കിലും ഒന്ന് ആലോചിക്കും. ഇനി അതും പോട്ടെ, ചോദിക്കുമ്പോൾ കാശ് എടുത്ത് തരുന്ന ഒരു പൊന്മുട്ട ഇടുന്ന താറാവായിരുന്നു എന്ത് റോബിന് അബിൽ. ആ താറാവിൻ്റെ അടുത്ത് പോയിട്ട് എപ്പോഴും പൊന്മുട്ട ഇട്ട് തരുന്നുണ്ടല്ലോ താറാവ്. ഈ മുട്ട എടുക്കണതിൻ്റെ കാശിന് കൂലി വെച്ചിട്ട് കാര്യമുണ്ടോ? നോക്കുകൂലിയോ ചുമട്ടുകൂലിയോ ചോദിക്കാൻ അത് പറ്റൂ? ഇത് അതുപോലെ ആയിപ്പോയി. താറാവിനെ കൊന്നത് ഇപ്പോൾ, അതായത് താറാവിനെ കുറേ മുന്നേ കൊന്നു. ഇത് അതല്ല ഞാൻ പറയുന്നത്. ഈ ചങ്ങായി എല്ലാം ചെയ്തു കൊടുത്തു. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് പറയുക എനിക്ക് പ്രൊമോഷൻ ചെയ്ത കാശ് തന്നില്ല. അപ്പുറത്തോ എന്താ ചോദിക്കുന്നത്, അബിലെന്താ ചോദിക്കുന്നത്, എടാ ഞാൻ തന്ന കാശ് തിരിച്ചാടാന്ന് പറയുമ്പോൾ ഞാൻ പ്രൊമോഷൻ തന്ന കാശ് തന്നു. 45 ലക്ഷം തിരിച്ചാടാന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഞാൻ പ്രൊമോഷൻ എൻ്റെ പ്രൊമോഷൻ ചെയ്ത കാശ് തന്നു.
ആ എൻ്റെ അമ്മേനായിരുന്നോ എന്തെന്നാ ഇല്ല. ഇന്നേ വരെ ഇവന്റെ ഒരു ഗിവ് അവേന്റെ ഒരു കാര്യം പറഞ്ഞു, അയ്യോ ഞാൻ അതിന് പൈസ കൊടുത്തില്ല. അതിന്റെ മുമ്പത്തെ ചാറ്റ് ചെയ്യുക, ഇവന് റീ എൻട്രി വേണം ഇൻഡസ്ട്രിയിൽ. അപ്പൊ ഇവന് ഗിവ് അവേയില് ബ്രോ നിങ്ങളൊരു കാര്യം ചെയ്യും, കാലിക്കറ്റിലും മാർക്കറ്റിലും, കാരണം ഞാൻ കോപ്പറേറ്റ് ആയിട്ട് ബന്ധമുള്ളതാണ്. അപ്പൊ ഇവൻ ഗിവ് അവേയില് വരുന്ന സമയത്ത് ഇവന് ഒരു 50 രൂപ കിട്ടിയാൽ മതി ചേട്ടാ, 50 രൂപ, ബാക്കി ചേട്ടാ 1 ലക്ഷം ചാർജ് ചെയ്ത് ബാക്കി 50. ഇപ്പം പറയാം എനിക്ക് ഈ പരിപാടി ഇല്ല, കോർഡിനേഷൻ പരിപാടി ഇല്ല. അപ്പൊ ഒരു കാര്യം, നിന്റെ ഫസ്റ്റ് ഗിവ് അവേ ഞാൻ സ്പോൺസർ ചെയ്യാം. അങ്ങനെ എൻ്റെ 2 ഗിവ് അവേ സ്പോൺസർ ചെയ്തു. അതിൽ ഒരു ഗിവ് അവേ ഇത് ചെയ്തു, ഞങ്ങൾ ഇവിടെ ഓഫീസിൽ വന്ന് അവൻ അവിടെ വന്ന് വീഡിയോ ചെയ്തു, അത് വന്നു, അതിന് 2 മില്യൺ അത് എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബൊട്ടീക്കിൽ വന്നു റെമിന് വേണ്ടിയിട്ട് അടുത്ത ഗിവ് അവേ, അത് ഞാൻ 50 ഞാൻ പിന്നെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആ പൈസ വന്നു. പക്ഷെ ആ വീഡിയോ എടുത്ത മോഡ് അങ്ങനെ പൊടീനെയും കൊണ്ടുവന്ന് പൊടീനെ ഒരു മേക്ക് ഓവർ സാധനങ്ങളൊക്കെ ചെയ്ത് അതിനൊക്കെ ഔട്ട് ഞാൻ തരാം. അപ്പൊ ഇതാണ് അതിന്റെ സംഭവം. അപ്പൊ നമ്മൾ ഇവനെ ഇതുപോലെ സഹായിച്ച് പ്രൊട്ടക്ട് ചെയ്ത് ഇത്രയും, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഇത്രയും ഇവനെ ഈ ഇലക്ഷൻ സമയത്ത് കിട്ടണം ഇല്ലേ പറഞ്ഞതായിരുന്നല്ലോ അന്ന്. എന്ത് കേരളത്തിൽ ഫേമസ് ആവാൻ പോണ ആളാന്നാ പറഞ്ഞ വനിതാ വിനീതന്റെ മുന്നിൽ നിന്ന് ആക്കി തന്നല്ലോ. ഞാൻ ഈ അബിലിനോട് 10,000 വട്ടം ആദ്യം മുതൽ ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, പൊന്നബിലേ ഒന്നില്ലെങ്കിൽ ഓനെ വിളിച്ചിരുത്തി 4 ആൾ അറിയുന്ന ആൾക്കാരെ മുന്നിൽ നിന്ന് അവരും കൂടി കേക്ക് ഇതിൻ്റെ ഡേറ്റ് പറഞ്ഞ് കാശിൻ്റെ കാര്യം പറഞ്ഞ് വിട്. അപ്പം അബിൽ പറഞ്ഞു ഇല്ല സായി അവൻ എനിക്ക് വീഡിയോ തന്നു. അന്ന് ഈ ചങ്ങായി അത് വിശ്വസിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ റോബിനോട് പറഞ്ഞിട്ടുണ്ട്, അബിൽ നിന്നെ തൊന്തരവ് എടുത്താണെങ്കിൽ നീ കേസ് കൊടുക്കുക അന്ന്, അല്ലെങ്കിൽ അബിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക. നിങ്ങൾ ആരെങ്കിലും കേസെങ്കിലും കൊടുക്കുക, എന്നാൽ പിന്നെ പോലീസ് സ്റ്റേഷനിലെങ്കിലും സെറ്റിലാക്കി വിടുമല്ലോ ഈ സാധനം. അന്ന് അതും രണ്ടുപേരും ചെയ്തില്ല. ഇത് റോബിനാണെങ്കിൽ ചോദിക്കുന്നതും നിർത്തിയില്ല, ഇയാളാണെങ്കിൽ കൊടുക്കുന്നതും നിർത്തിയില്ല. റോബിൻ ചോദിക്കുന്നു ഇയാൾ കൊടുക്കുന്നു, റോബിൻ ചോദിക്കുന്നു ഇയാൾ കൊടുക്കുന്നു. മിക്കവാറും എന്താ പറയുക, ഈ കുറച്ച് ദിവസം കൊണ്ടുണ്ടായൊരു കാര്യം, അബിലിൻ്റെ വീടിൻ്റെ മുന്നിലിപ്പോൾ ക്യൂ ആയിട്ടുണ്ടാവും. 100 രൂപ കൊടുക്കുന്നുണ്ട് കേട്ട് മറ്റേ അമ്പ് സാക്ഷൻ എന്ന് പറഞ്ഞ പോലെ മറ്റേ സിനിമയില് മമ്മൂട്ടീന്റെ വീടിന്റെ മുന്നില് ശ്രീനിവാസൻ പോയെന്നതിന് ഇവിടെ വന്നവർക്കൊക്കെ 100 രൂപ കൊടുക്കുന്നുണ്ട് എന്ന് കേട്ടു എന്ന് പറഞ്ഞ പോലെ ആ രാവിലെ അബിലിന്റെ വീടിന് മുന്നില് അത് 1 ലക്ഷം എടുക്കാണ്ടാവുമോ? അടുത്ത ബിഗ് ബോസ് സൂപ്പർ സ്റ്റാർ ഹീമാനാണ്. എന്നിട്ട് 2 പട്ടിക്കുട്ടീനെ മറ്റേ സ്റ്റിക്കർ വായിച്ചിട്ടുണ്ട്. എന്താല്ല എനിക്ക് കഷ്ടം തന്നെയാണ്. എന്തൊരവസ്ഥ ഒരാൾ ഈ വേദന എനിക്ക് മനസ്സിലാവുക. നമ്മൾ കാശ് ഒരാൾ കടം ചോദിക്കുമ്പോൾ അയാളുടെ അവസ്ഥ കണ്ട് നമ്മൾ കൊടുത്തിട്ട് രണ്ടാമത് നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മളെ മോന്തയ്ക്ക് തോന്നുന്ന ഒരു ഗതികേടുണ്ടല്ലോ, അതൊരു വല്ലാത്ത സാധനമാണ് മക്കളെ. അത് അനുഭവിച്ചോലെ അത് അറിയൂ. പിന്നെ എൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്താണ് പുള്ളിക്കാരൻ്റെ സംഭവം എന്നൊക്കെ. ഇത് എൻ്റെ ട്രാൻസാക്ഷൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് എൻ്റെ പഞ്ചാബ് നാഷണൽ, ഞാൻ 2 അക്കൗണ്ട് യൂസ് ചെയ്യാം. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ എൻ്റെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് കഴിഞ്ഞ 2.5 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. മനസ്സിലായില്ലേ? 2.5 വർഷത്തെ എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾമോസ്റ്റ് 5,44,00,000 രൂപയുടെ ട്രാൻസാക്ഷൻ എൻ്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നടന്നിട്ടുണ്ട്. ഇതിൽ ഇല്ലീഗലായിട്ടുള്ള 1 രൂപ പോലും ഇല്ല. ഇല്ലീഗലായിട്ട് ഞാൻ ഒരു മണി ലോണ്ടറിങ്, അവരെന്തോ ഹവാല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ പോലും അതിൻ്റെ അകത്ത് നടന്നിട്ടില്ല. രണ്ടാമത്തത് എൻ്റെ HDFC ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്, അതും കൂടെ ഒന്ന് ഓപ്പൺ ആക്കി ലൈവായിട്ട് പാസ്വേഡ് കൊടുത്തു. ഓക്കെ, ഇതെൻ്റെ HDFC ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. കഴിഞ്ഞ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 6 മാസത്തിൽ 1,10,00,000 രൂപ അടുപ്പിച്ച് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിലൊന്നും 1 രൂപ പോലും ഇല്ലീഗലായിട്ടോ മണി ലോണ്ടറിങ്ങോ ഹവാലയോ ഒന്നും ചെയ്തിട്ടുള്ള ഫണ്ടുകളല്ല ഇത്. മനസ്സിലായില്ലേ? ഞാൻ പ്രോപ്പറായിട്ട് IT കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്ത് പോകുന്ന ഒരാളാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ പാറ്റേൺ ഒന്ന് നോക്കി. റോബിൻ ബാക്കിയുള്ളവരിൽ നിന്ന് പൈസ മേടിക്കുന്നതിൻ്റെ പാറ്റേൺ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബിൻ. അതുകൊണ്ട് പാറ്റേണിൻ്റെ മുകളിലൊന്നും ചെല്ലല്ലേ. പിന്നെ റോബിൻ ഇപ്പം കാണിച്ച ഒരു ബ്ലണ്ടർ മണ്ടത്തരം എന്താണെന്ന് മനസ്സിലായോ? സ്വന്തം അക്കൗണ്ടിൽ ഇത്ര കോടി ഉണ്ട് മറ്റേ ബാങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഒരു കാര്യം ക്ലിയറായി. ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു അബിലിൻ്റെ നിന്ന് 45 ലക്ഷം മാത്രമല്ല മേടിച്ചത്, എത്ര പേരിൽ നിന്ന് എത്ര കാശ് മേടിച്ചത്, എത്ര കോടികളാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സാധനം റോബിനായിട്ട് തന്നെ എന്തായി വായെന്ന് വീണുപോയി. പിന്നെ 2 ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് വീണു. അപ്പോൾ പിന്നെ ആ സ്ക്രീൻഷോട്ടിലെ SBI ഏതാ, പഞ്ചാബ് HDFC അല്ലാതെ പിന്നെ അതേതാ? 100,000 ചോദ്യങ്ങളായിരിക്കും റോബിനെ ഇനി. കേട്ടല്ലോ, 100,000 ചോദ്യങ്ങൾ.
കാരണം ഇത് വളരെ സിമ്പിളായിട്ട് അവനാൻ സ്വയം വന്ന് എക്സ്പോസ് ചെയ്ത പോലെ ആയിപ്പോയില്ല ഈ ഒരു ഐറ്റം. എൻ്റെ ബാങ്കിൽ ഇത്ര മാസത്തിൻ്റെ ഇടയിൽ ഇത്ര വർഷത്തിൻ്റെ ഇടയിൽ ഇത്ര കോടി രൂപ വന്നു, ട്രാൻസാക്ഷൻ ഇത്ര കോടിയാണ് കാണിക്കുന്നത്. അതെന്താ, ഇവിടുന്ന് ഇങ്ങോട്ടൊരു 50 ലക്ഷം വാങ്ങും, അവിടുന്ന് ഒരു 75 വാങ്ങും, ഇപ്പുറത്തുനിന്ന് ഒരു 45 വാങ്ങും, പിന്നെ കുറേ 50ഉം 10ഉം 1500 വരെ വാങ്ങിയ കേസുകൾ. ഓക്കെ, മനുഷ്യൻ്റെ ദുരവസ്ഥയാണ്. പക്ഷേ ഈ 1500 തന്നവനടക്കം ആഴ്ചകളോളം ചോദിച്ചു നടക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. ഇപ്പോഴും തിരിച്ചു കൊടുക്കാൻ ഒരുപാട് പേരില്ലേ അവരെ മുന്നിൽ. ഇത് നിങ്ങൾക്ക് പൈസ തന്ന ആളുകളെ നിങ്ങൾ ചെള്ളയ്ക്ക് വന്ന് തോണ്ടുന്ന പോലെയാണ് ഇപ്പോൾ ഈ വന്ന് പറഞ്ഞു പോയത്. ആലോചിക്കും നിങ്ങൾ. ഇപ്പം ഞാൻ റോബിന് പൈസ തന്ന ഒരാളാണെന്ന് വിചാരിച്ചു, തന്നിട്ടുണ്ടായിരുന്നു, അത് തിരിച്ച് കിട്ടുകയും ചെയ്തു, അത് വേറെ കാര്യം. ബട്ട് ചിന്തിക്കുക, തന്നൊരാളാണെന്ന് വിചാരിച്ചു, എനിക്ക് റോബിൻ തിരിച്ച് തരാനുമുണ്ട്. ഞാനൊരു 5-6 മാസമായിട്ട് അല്ലെങ്കിൽ ഒരു കൊല്ലമായിട്ട് റോബിൻ്റെ പിന്നാലെ ഈ പൈസ ചോദിച്ച് നടക്കുമ്പോൾ റോബിൻ എനിക്ക് തന്നിട്ടില്ല. അങ്ങനത്തെ കേസുകളുണ്ടല്ലോ, കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അവർ ഈ പത്രസമ്മേളനം കാണുമ്പോൾ കണ്ടോ എൻ്റെ അക്കൗണ്ടിൽ കഴിഞ്ഞ ഇത്ര വർഷത്തിൽ ഇത്ര കോടി വന്നുപോയി. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾ, അതായത് ഇപ്പോഴും കാശ് കിട്ടാനുള്ള മറ്റേ എന്താ പൊട്ടനാ വെച്ചിരിക്കും. അങ്ങനെ ഇരിക്കേണ്ട അവസ്ഥയല്ലേ അയാൾക്ക്. ഇത് അബില് പറയുന്നുണ്ട്, റോബിൻ രാധാകൃഷ്ണൻ ഒരു ശരാശരി അവൻ്റെ മൈ നെറ്റിൽ അവൻ്റെ വരുമാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൻ്റെ ആസ്തി അവൻ കാണിച്ചിട്ടുണ്ട്. എത്രയാണ്? 2024-25 അന്നാണ് അവൻ ഇലക്ഷൻ്റെ സമയത്താണ് അവൻ 3 വർഷത്തെ ITR ഒരുമിച്ച് ഫയൽ ചെയ്യുന്നത്. അതിൽ അവൻ്റെ ആസ്തി എത്രയാണ്? 3.5 ലക്ഷം രൂപയാണ് അവൻ്റെ ആസ്തി. അതിലൊരു ഷവർലെ കാറിന് 1.5 ലക്ഷം രൂപ, 2 പവൻ്റെ ഒരു ഗോൾഡ് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഒരു 3000 രൂപ 1500 രൂപയുടെ 2 അക്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. വേറെ എന്താ അവൻ ആസ്തിയുള്ളത്? ഈ വ്യക്തിക്ക് ഇവന്റെ അക്കൗണ്ടിൽ എത്ര ട്രാൻസാക്ഷൻ നിങ്ങൾ നടന്നിട്ടുണ്ട്? നിങ്ങളുടെ അടുത്ത് എത്രയാ പറഞ്ഞേ? 5 കോടി. 2.5 വർഷത്തിൽ 5 കോടി നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കി. അപ്പൊ ഇവന് ടാക്സ് അടക്കണ്ടേ? 7 വർഷം, ഈ വർഷമാണ് 12 ലക്ഷം ആക്കിയത്. 7 ലക്ഷം വരുമാനത്തിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അവൻ എത്ര 2022 അവൻ ITR അവിടെ അവൻ ഫയൽ ചെയ്ത് 2020 ഒരു ഇന്റർവ്യൂക്ക് 4 ലക്ഷം രൂപ അവൻ ചാർജ് ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. അഖിൽമാരൊക്കെ കാണിക്കല്ലോ GST അടച്ചതിന്റെ രേഖ. ഇവൻ എവിടെ? സേവിങ്സ് അക്കൗണ്ടിൽ അവൻ ഈ പൈസ കളക്ട് ചെയ്തിരിക്കുന്നത്. സേവിങ്സ് അക്കൗണ്ടിൽ എവിടെ? അപ്പൊ ഇവൻ ഇത്രയും വന്ന് കഥ പറയുന്ന ഇവൻ എന്താ ചെയ്തത്? ഇവന്റെ സോഴ്സ് എവിടുന്നാ? ഒക്കെ പട്ടെ ജോബി ചേട്ടന് കൊടുത്ത ഫണ്ട് എവിടുന്ന്? ആ സമയത്ത് ഇവന് കൊടുത്ത ഫണ്ട് റോളിങ്, ഹൈലി റോളിങ്. ഇപ്പൊ ഞാൻ കൊടുത്തൊക്കെ അക്കൗണ്ടിലല്ലേ, എല്ലാം കൊടുത്തില്ലേ, ഹൈ ട്രാൻസാക്ഷൻ. ഞാൻ നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ തരാം. വേറൊരു വ്യക്തി കൂടി പെട്ടുണ്ട് ട്രാൻഡ്രത്ത് കൊടുക്കാണ്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആ സാധനം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ഇനി റോബിൻ. കാരണം 1-2 പൈസയല്ല, ഒരാൾ സ്വയം വന്നിരുന്ന് പറയുകയാണ് എനിക്ക് ഇന്ന സമയത്തിൻ്റെ ഇടയിൽ ഇത്ര രൂപ വന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ആ പൈസ എവിടുന്നാന്നുള്ള സോഴ്സ് കാണിക്കണം. റോബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് റോബിൻ എന്തില്ല, അത്യാവശ്യം ജീവിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള പ്രൊമോഷൻസോ കാര്യങ്ങളോ പരിപാടികളോ ഇല്ല. പിന്നെ വല്ല ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടോ? അതും ഉള്ളതായിട്ട് എൻ്റെ അറിവിലല്ല, ഇല്ല. അപ്പം അങ്ങനെയുള്ളൊരു, ഞാൻ തന്നെ എത്രയോ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട് റോബിന്, യൂട്യൂബ് ചാനൽ തുടങ്ങി കാശ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, സ്വയം കുഴി തോണ്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരുന്ന് സാധനങ്ങൾ പറഞ്ഞു പോകണ്ടോ? ഇതൊന്നും ഇങ്ങനെ ഡ്രാഗ് ചെയ്യേണ്ട കാര്യം തന്നെ റോബിന് ഉണ്ടായിരുന്നില്ല. ഉള്ള കാശ് കൊടുത്തത് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാശ് കൊടുത്ത് തീർക്കില്ലേ എന്നുള്ളത്. ഇനി ഇതിൽ ആരതി പൊടി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് വേദലക്ഷ്മിയൊക്കെ പോസ്റ്റ് ഇട്ടതിന് ശേഷമാണ് ആരതിപ്പൊടി ആ ഒരു സ്റ്റോറി ഇട്ടിട്ടുള്ളത്. എ ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ്. There are a lot of allegations and discussions happening on social media right now. Let me make one thing very clear. This is an issue between Abil and Robin. Whatever issue they have, they should resolve them between themselves. Do not drag me, my name or my brand into it. Lakshmi has deliberately used my videos and content and dragged me into this situation. I have nothing to do with these allegations, and I will not stay silent while my name and my brand are being used to create a false narrative. I will be taking legal action, including pursuing a defamation case against this responsible for this. My brand is not something I built overnight.
ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് സാക്രിഫൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്, ഓക്കെ, ഒരു സ്റ്റോറി. ആൻഡ് ഇങ്ങനത്തെ ഒരു സാധനം തന്നെ കോപ്പി പേസ്റ്റ് കമൻറ്റ് ചെയ്യാൻ റോബിൻ്റെ ഒരു വീഡിയോനടിയിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇപ്പം ഇല്ല, ഫേസ്ബുക്ക് കിടക്കുന്നുണ്ട്, പക്ഷേ ഫേസ്ബുക്കിൽ ഈ കമൻ്റ് ഇല്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു സ്റ്റോറിയിൽ ഈ കമൻ്റ് ഉള്ളത്. ഒരു ഓൺലൈൻ മീഡിയ ഇട്ട സാധനമാണ് ഇപ്പോൾ നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിലേക്ക് ഹസ്ബൻഡ് വൈഫ് സാധനത്തേക്കൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആരും ഇരവാദം മുഴക്കി വരാൻ നിൽക്കണ്ട. കാരണം അവിടെ കാശ് കൊടുത്ത ഒരാളുടെ സങ്കടമുണ്ട്, കാശ് കയ്യിൽ പോയ ഒരു മനുഷ്യൻ്റെ ലൈഫുണ്ട്, അയാൾക്ക് ഫാമിലി ഉണ്ട്, അയാൾക്ക് ജീവിതമുണ്ട്. അങ്ങനെ ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആളുകൾ അറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു കേസ് റോബിൻ കൊടുത്തു അബിലിനെതിരെ. പൊടിക്ക് പറയാൻ പറ്റുമോ പൊടി ഈ കേസിൻ്റെ ഭാഗമാവില്ല എന്നുള്ളത്? പറയാൻ പറ്റുമോ? ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. കാരണം റോബിൻ തന്നെ പുറത്ത് വിട്ട സ്ക്രീൻഷോട്ടുകളിൽ ആരതി പൊടിക്ക് കാശ് സെൻഡ് ചെയ്തതും ആരതി പൊടിയുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് സെൻഡ് ചെയ്തതിൻ്റെയൊക്കെ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. ഓക്കെ, ഉണ്ട്. പിന്നെ പൊടീസിൽ വെച്ചാണ് പല മീറ്റിങ്ങും നടന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ ബ്രാൻഡ് എങ്ങനെ? ഇപ്പോൾ ഒരു പോലീസ് കേസിന് പോകുമ്പോൾ ഓബിയസ്ലി ആ ഫിനാൻഷ്യൽ ഡീല് നടന്ന സ്ഥലം, ആ സ്ഥലം അതിൽ ഇൻവോൾവ് ആവില്ലേ? ഇനി ഇതും പോട്ടെ, ഞാൻ എഗെയിൻ അബിലിനെ വിളിച്ചു ചോദിച്ചു. അബിൽ പറയുന്നത് ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള കാശ് മേടിച്ചതൊന്നും അതൊന്നും അബിലിന് സീനില്ല. ഓക്കെ, പക്ഷെ അബിൽ അല്ലാതെ പറയുന്നത് എന്താ അറിയോ? പൊടിയുടെ ഗ്യാരണ്ടി വെച്ചുകൊണ്ട് അബിലിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച കാര്യം പൊടി മുന്നിൽ നിന്ന് കണ്ട് പൊടി അത് വീഡിയോ വരെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് പൊടിയുടെ കുറച്ച് ഡോക്യുമെൻസിൻ്റെ ഗ്യാരണ്ടീൻ്റെ മുകളിലാണ് അബിലിനെ അവർ കൺവിൻസ് ചെയ്തത്. അതായത് അബിൽ കൺവിൻസ് ആവുക എങ്ങനെയാണ്? ഒരു ബിസിനസ്സും വരുമാനവും ഇല്ലാത്ത റോബിൻ്റെ മുകളിൽ ആരെങ്കിലും കൺവിൻസ് ആവുക കാശ് കൊടുക്കാൻ? അത് ഓൾറെഡി കിട്ടാളപ്പോൾ വീണ്ടും ചോദിക്കുമ്പോൾ ഇല്ല. അപ്പോൾ അയാൾ കൺവിൻസ് ആവുക എവിടെയാണ്? ഒരു ബിസിനസ്സുള്ള അത്യാവശ്യം റവന്യൂ വരുന്ന ഒരാളാണ് പൊടി. അപ്പോൾ പൊടി അറിയാതെ പൊടീൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും റോബിൻ എടുത്തിട്ട് അബിലിന് കൊടുക്കില്ലല്ലോ, ഒരു ഷോർട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കുമോ? അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് ആരതി പൊടി ഇൻവോൾവ് ആവില്ല, ആരതി പൊടിയുടെ ബ്രാൻഡിന് ഇൻവോൾവ് ആക്കാൻ പറ്റില്ല എന്ന് പറയുക? അതൊരിക്കലും പോസിബിൾ അല്ല ആരതി. ഇതിനകത്ത് ആരതിക്ക് ഇയാളുടെ പൈസയുടെ കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് അറിയാം. ഇയാളുടെ പൈസയുടെ ഇങ്ങനത്തെ എല്ലാ പരിപാടികളും റോബിൻ്റെ എല്ലാ പരിപാടിയും ആരതി പൊടിക്ക് അറിയാം. ആരതി പൊടി ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് റോബിനോട് പറഞ്ഞ് ഈ കാശ് തിരിച്ച് എല്ലാവർക്കും കൊടുക്കാനുള്ള പരിപാടികൾ ചെയ്ത് അതിനൊരു റൂട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലാത്ത പക്ഷം പുറത്തുനിന്ന് നോക്കുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കാവുന്ന ഒരു ആംഗിൾ എന്താ? ഇത് പല സ്ഥലങ്ങളിലും പൊടീസിൽ പോയി എന്ന് കേൾക്കുന്നു, ഇയാളിട്ട സ്ക്രീൻഷോട്ടിൽ ആരതി പൊടീൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കിടക്കുന്നു ട്രാൻസാക്ഷൻ്റെ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ വന്ന് ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? അപ്പോൾ എന്താ പൊടി പറ്റായതെന്ന് ഓക്കെ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് മാറിയോ? അങ്ങനെ മാറാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അപ്പോൾ അബിലിനെതിരെ റോബിൻ കേസ് കൊടുത്തു. അപ്പോൾ നാളെ അബിൽ സ്റ്റേഷനിൽ പോകേണ്ട ഒരവസ്ഥ വരുമ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊണ്ടുപോയി കാണിക്കുമ്പോൾ ദെയർ വിൽ ബി യുവർ ഡോക്യുമെൻ്റ്. അതിലെന്താണെങ്കിലും നിങ്ങളുടെ ഡോക്യുമെൻ്റ് കാണും. അപ്പോൾ അത് എവിടുന്ന് വന്നു ചോദിക്കുമ്പോൾ നിങ്ങൾ പോകേണ്ടി വരും. പിന്നെ ഈ നിങ്ങളെ മീറ്റിംഗ് നടന്ന സ്ഥലം പൊടീസ് എന്ന് പറയുമ്പോൾ പൊടീസ് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ബ്രാൻഡിനെ കൊണ്ടുവരരുത്. ആരതി കൊണ്ടുവരുന്നത് ഇങ്ങനെ ആയിരിക്കണം, അല്ലാതെ കുടുംബ പ്രശ്നം പറഞ്ഞ് കൊണ്ടുവരാൻ പാടില്ല. അതിനോട് ഞാൻ താല്പര്യപ്പെടുന്നുമില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾ വോട്ടെവർ, അതൊക്കെ ആ സൈഡ് അങ്ങനെ പോട്ടെ. പക്ഷേ പൈസയുടെ കേസ് വരുമ്പോൾ, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് വരുമ്പോൾ, അത് ഇപ്പോൾ ഈ ChatGPT ഇട്ട പോലൊരു സാധനം എഴുതി ഇട്ടിട്ട് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് മാറാൻ പൊടിക്ക് അത്ര ഈസി അല്ല കാര്യങ്ങൾ. ഓക്കെ, അതെന്താ പറയുക, അത് ആ ടൈമിൽ ചിന്തിക്കേണ്ടിയിരുന്നു. ഇതൊക്കെ ചെയ്ത ടൈമിലും ഇതൊക്കെ നടന്ന സമയത്തും പൊടി തന്നെ ഒരു പൊടിക്ക് ചിന്തിക്കേണ്ടിയിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. റോബിൻ കുറച്ച് അധികം ചിന്തിക്കേണ്ടിയിരുന്നു, ചെയ്തില്ല. അപ്പം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് ദർ ഈസ് നോ യൂസ്. ഓക്കെ, എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് നീ സ്ഥാനാർത്ഥി പട്ടിക നിനക്ക് എന്നാ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി പട്ടിക? എനിക്ക് ഈ വരുന്ന ആഴ്ച വരും, ഇത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച. ഇപ്പോഴും ഡേറ്റ് ഫിക്സ് ചെയ്തില്ലല്ലോ, ഇലക്ഷൻ ഡേറ്റ് എന്നാന്ന് ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, അതുകൊണ്ടാ പറഞ്ഞത്. ഇപ്പൊ മോദിജി വരുന്നത് തന്നെ ഇതിന്റെ ഇലക്ഷന്റെ ഇതിനു വേണ്ടി വരുന്നത്. അവർ ഇന്നലെ
എനിക്ക് തോന്നുന്നു ഈ വരുന്നതിന്റെ ആഴ്ച ഇത് ചെയ്യും എന്നാണ് ഞാൻ അറിഞ്ഞത്. ഇന്നിപ്പോ 10 ഈ ആഴ്ച ഒരു ഈ ആഴ്ച എ കാറ്റഗറി ഡിക്ലെയർ ചെയ്യും. അല്ല, നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ ഇലക്ഷൻ അനൗൺസ് ചെയ്തിട്ടല്ലേ അത് ചെയ്തിട്ട് ചെയ്യത്തുള്ളൂ ആ അതിനല്ലേ അതാ വെയിറ്റ് പറഞ്ഞ ചെയ്യുന്നത്. ഇലക്ഷൻ ഡേറ്റ് എന്നാണ് നിന്റെ ഒരു അറിവ് പ്രകാരം? ഏപ്രില്? അല്ല, April 20 അങ്ങനെ എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്കത് കറക്റ്റ് അറിയില്ല. അതിപ്പോഴും എനിക്ക് ഫിക്സ് സത്യമായിട്ട് അറിഞ്ഞൂടാ. ഉറപ്പായിട്ടില്ലല്ലോ, ഇലക്ഷൻ കമ്മീഷൻ ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ അത്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ആ അടുത്ത് ഓക്കെ. ഞാൻ ചോദിച്ചിട്ടുമില്ല. ആ ശരി. പിന്നെ ഞാൻ നിന്റെ അടുത്ത് ഞാൻ പേഴ്സണലി ഞാൻ പറയാണ്, നിനക്ക് ഇനിയിപ്പോൾ സോഴ്സ് എവിടുന്നെങ്കിലും ഫണ്ട് വരാം, എല്ലാം സൂക്ഷിച്ച് ചെയ്തോണ്ട് കേട്ടോ. ഞാൻ ഒരു ബ്രദർലി അടുപ്പത്തിൽ പറഞ്ഞ പണ്ടും മനസ്സിലായി. ഞാൻ ഈ കാര്യം പറഞ്ഞെന്നാണ്. എല്ലാം സൂക്ഷിച്ചോണ്ട് എന്തെങ്കിലും എടുത്ത് ചാടി 100 ശത്രുക്കൾ. ഞാൻ നിന്റെ ശത്രുവല്ല, ഈ നിമിഷം വരെ നിന്റെ ശത്രുവല്ല. ഞാൻ നിന്റെ അടുത്ത് വീണ്ടും പറയുന്നത്, ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാലേ ഞാൻ നിന്റെ ശത്രു ആവുള്ളൂ. അതല്ലെങ്കിൽ പ്രവീണോ ജോബിയോ ഗീബിയോ ഇതൊന്നും അല്ല, അബിൽദേവ് ഇതൊന്നും അല്ല. ഉം. ഞാൻ അതിൽ നിന്റെ ശത്രുവല്ല. പക്ഷെ മനസ്സിലായി. വളരെ കെയർഫുൾ ആവുക. സംസാരിക്കുന്നതാണെങ്കിലോ ആരുടെ ഫണ്ട് കളക്ട് ചെയ്യുന്നതാണെങ്കിലോ തേർഡ് പാർട്ടീനെ വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് വളരെ സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആരെയായാലും വളരെ വിശ്വസ്തരായിട്ടുള്ള നിന്റെ അനിയനെയോ ആരെങ്കിലുമൊക്കെ മറ്റേ സൂര്യ പോലത്തെ ആളുകളെ നടുവിൽ വെക്കല്ലാതെ എടുത്തു ചാടി എന്തെങ്കിലും കാട്ടിക്കൂട്ടി സംസാരിച്ച് കഴിയുമ്പോൾ പോലും ഇനി ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും വന്ന് ഏതെങ്കിലും ഒരുത്തൻ, നീ വളരെ ശ്രദ്ധിച്ചാൽ മതി, ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും, ഇന്നിപ്പോൾ എല്ലാവരും സേഫ്റ്റി നോക്കും. ഒരാൾ ഫണ്ട് തരുമ്പോൾ പോലും അവനവൻ്റെ സേഫ്റ്റി നോക്കിയിട്ടാണ് ചെയ്യുക. ഉം. വളരെ സൂക്ഷിച്ചും കണ്ടിട്ടേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ കേട്ടോ. മനസ്സിലായി. അതൊക്കെ ഞാൻ അനിയന്റെ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അല്ല, തരാം. കറക്റ്റ് ആണ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് അല്ല, പറഞ്ഞത്. എന്തുണ്ടെങ്കിലും വളരെ സൂക്ഷിക്കാം. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ മനസ്സിലായി. ഞാനാണെങ്കിൽ പോലും എന്താണ് ഒരു ഫണ്ട് തരുമ്പോൾ ഞാൻ നിന്നോട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ശത്രുദിനല്ല, നമ്മളൊരാൾക്ക് ഫണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് വാക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ എല്ലാ ആൾക്കാരും ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് റെക്കോർഡ് ചെയ്ത് വെക്കും. ഞാൻ മനസ്സിലായി. നിന്റെ റെക്കോർഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇനി വെള്ളിയാഴ്ച ഒരു 2 മണി വരെ വിളിക്കണ്ട. അതിനു മുന്നേ ഞാൻ അങ്ങോട്ട് വിളിക്കും. അപ്പൊ നിങ്ങളെ എനിക്ക് ഒറ്റ കാര്യം മാത്രം ചെയ്ത് വെക്കണേ പ്ലീസ്. എനിക്കൊന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് അയച്ചിട്ടേരെ. അത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോഴും ബെനിഫിറ്റ് ഞാൻ HDFC അക്കൗണ്ട് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഒരു ദിവസം എന്ത് ചെയ്യും, അത് ആക്ടിവേറ്റ് അല്ല, നീ ആവുന്നുണ്ടാവും. അത് എന്റെ അക്കൗണ്ട് ഫണ്ട് അതാ ഞാൻ പറഞ്ഞത്. നീ അല്ലല്ല, പക്ഷെ എവിടെന്നെങ്കിലും ഞാൻ അങ്ങനെ വെക്കുന്ന ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആണെങ്കിൽ അല്ല, എങ്ങനെയാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ സമയമാകുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷ്, നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം തിരിച്ചു മേടിക്കുന്നു, നമ്മൾ ഈ സംഭവങ്ങളെല്ലാം തീർന്നു ഒരു വീഡിയോ ചെയ്യുന്നു, സന്തോഷപരമായിട്ട് കെട്ടുപിടിച്ച് അല്ല, അത് പിരിയുന്നു. അതത്രേ ഉള്ളൂ, അതത്രേ അത്രേ ഉള്ളൂ. ഉള്ളൂ. ഓക്കെ. കേട്ടല്ലോ. അബിലാണെങ്കിലും എവിടെയും ഒരു മോശം ആംഗിളിൽ നിങ്ങളുടെ ലൈഫ് വെച്ച് കളിക്കാനോ ത്രട്ടൻ ചെയ്യാനുള്ളൊരു സാധനം ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. എല്ലാം പറയുന്നത് കാശിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ പൊടിയുടെ അറിവിൽ, പൊടിക്ക് അറിയുന്ന ഡീലുകൾ തന്നെയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളതും പൊടിയുടെ ഡോക്യുമെൻറ്റ്സ് ഗ്യാരണ്ടി ആക്കി വെച്ചുകൊണ്ട് ഫണ്ടുകൾ മേടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറിയിട്ടോ അല്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞിട്ടോ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് പോയിട്ടോ കാര്യം. ഇത് ഉപദ്രവമല്ല, ഇതൊരു റെസ്പോൺസിബിലിറ്റിയാണ് പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പം അതിൽ റോബിൻ്റെ ഭാഗത്തു നിന്ന് ഏത് രീതിയിൽ നെഗോഷിയേഷൻ ചെയ്യാം എന്നുള്ളത് പൊടി കൂടി ചിന്തിച്ചാൽ നന്നായിരിക്കും. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വലിയ തലവേദന ഉണ്ടാവില്ലല്ലോ ഈ സാധനങ്ങളൊന്നും. ഇനി ഭീഷണി അയ്യോ ഭീഷണി എന്നാണ് റോബിൻ പറയുന്നത്. ഭീഷണിപ്പെടുത്തുന്ന ഒരാളിങ്ങനെ സംസാരിക്കും. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് ഈ സ്ഥാനാർത്ഥി പട്ടിക നിനക്ക് എന്നാ വരാൻ പോകുന്ന സ്ഥാനാർത്ഥി പട്ടിക? എനിക്ക് ഈ വരുന്ന ആഴ്ച വരും, ഇത് കഴിഞ്ഞിട്ടുള്ള ആഴ്ച. ഇപ്പോഴും ഡേറ്റ് ഫിക്സ് ചെയ്തില്ലല്ലോ, ഇലക്ഷൻ ഡേറ്റ് എന്നാന്ന് റോബിനൊരു സ്വന്തം ഏട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഏട്ടൻ പോലും എന്ത് ചെയ്യില്ല ഇത്രയും കെയറിങ്ങിൽ റോബിനോട് സംസാരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്രയും ലക്ഷക്കണക്കിന് ഉറുപ്പിക തിരിച്ച് റോബിൻ്റെ നിന്ന് കിട്ടാനുണ്ട്. ചോദിച്ച് മടുത്തു, മനസ്സിലായോ? ഇനിയിപ്പോൾ ഏതെങ്കിലും പാർട്ടീൻ്റെ പരിപാടിക്കോ വിഷയത്തിനോ പോയിട്ട് 10 കാശ് കൊണ്ടുപാടാന്നല്ല പറഞ്ഞ്. നിനക്ക് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം, മനസ്സിലായില്ലേ? സൂക്ഷിക്കണം. ഇപ്പോഴത്തെ കാലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏട്ടനെ പോലെ നിന്ന് ഉപദേശിച്ച വ്യക്തി ഇന്ന് ആരാണ്? കാശും കൊടുത്ത് അയാളാണ് ഇന്ന് കുടുംബം തകർക്കാൻ നോക്കിയവൻ, ഹണി ട്രാപ്പ് ഇടാൻ നോക്കിയവൻ. അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് അയാളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഞാൻ എങ്ങനെ പറയുന്നു, പൈസ തിരിച്ചു കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ. ഓക്കെ, അല്ല ഇനി അത്ര ഉറപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 43 മേടിച്ചു, ഇനി 43 66 കൊടുത്തു, ഇനി 60 ബാക്കിയുള്ളൂ എന്നുള്ള അങ്ങനത്തെ കണക്കാണെങ്കിൽ പ്രൂവ് ഇറ്റ്, അല്ലാതെ വേറെ വഴിയില്ല. അതിനി ഏതെങ്കിലും രീതിയിൽ പ്രൂവ് ചെയ്യാന്നല്ലാതെ റോബിന്, കാരണം പ്രൂവ് ചെയ്യാൻ കൊണ്ടുവന്ന ഡാറ്റയ്ക്കകത്തും ഫാബ്രിക്കേറ്റഡ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ സ്ക്രീൻഷോട്ടുകൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ക്രെഡിബിലിറ്റിയും പോയി.